അല്ല ചോക്കൂട്ട, ഈ നാട്ടുകാരി മൈരന്മാർക്ക് നമ്മളെ കാണുമ്പോൾ മാത്രം എന്താ ഇത്ര ചൊറിച്ചില്? ആരുടെ നല്ലപോലെ കിട്ടിയെന്ന് തോന്നുന്നല്ലോ. നമ്മളൊന്നൊരു പണിയില്ലാതെ കറങ്ങി കിടക്കാന്നാ പറയുന്നത്. നാട്ടുകാർ നാറുകളോട് പോയി പണി നോക്കാൻ പറഞ്ഞു. നിനക്കൊരു കാര്യം അറിയാവിടെ മണിക്കുട്ട, നമ്മളിങ്ങനെ ഫ്രീ ബേഡ്സ് ആയിട്ട് നടക്കുന്നത് ഇവന്മാർക്കൊന്നും അങ്ങ് പിടിക്കുന്നില്ല. അതിൻ്റെയൊക്കെ ചൊറിച്ചില്ല. സ്വന്തം വീട്ടുകാർ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, പിന്നെയാ നാട്ടുകാർ. ഞാൻ ചോദിക്കട്ടെ മണിക്കുട്ട, ഇവരെല്ലാം രാപ്പകൽ അധ്വാനിച്ച് കൂട്ടി വെക്കുന്നത് എന്തിനാ? തിന്നാനും കുടിക്കാനും അല്ലേ? നമ്മളത് നേരിട്ട് ചെയ്യും. നമ്മൾ ഈ ചൂണ്ടയൊക്കെ ഇട്ടേ 4 വരാലും 2 ചെമ്പല്ലിയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ തലയും പാലും ഒക്കെ അങ്ങ് കളഞ്ഞേച്ച് ഇച്ചിരി ഉപ്പും മുളകും ഒക്കെ കൂടി കൂട്ടിയിട്ട് 2 തിളയും തിളച്ച് അത് കഴിയുമ്പോഴത്തേക്കും 1 പ്ലേറ്റ് ചോറ് അങ്ങോട്ട് എടുത്തിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ആ ചാറും കൂടെ കൂട്ടി അങ്ങ് ഒഴിച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കുമ്പോൾ ഉള്ള ആ സുഖയില്ലേ, ഇവന്മാർക്ക് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവൂ. നീ പറഞ്ഞതൊക്കെ ശരിയാ ചോക്കൂട്ടാ, പക്ഷെ നമുക്ക് എന്നും ഇങ്ങനെ നടന്നാൽ പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ ഇങ്ങനെ നടക്കാം. എന്നാൽ ഞാൻ മീൻ കൊടുക്കാനുള്ള തീറ്റ ഉണ്ടാക്കട്ടെ. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഒരുമാതിരി തേനീച്ച കുത്തി പോലെ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴതൊക്കെ ഓർമ്മ വരും. നാട്ടുകാരോരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് കരച്ചിൽ വരും. നിനക്കങ്ങനെ ഉണ്ടോ? ഞാനങ്ങനെ പുറത്തേക്ക് കരയാറൊന്നുമില്ല. സങ്കടം വരുമ്പോൾ ഉള്ളി മെമ്മിക്കരയും. ആ കണ്ണീര് വന്ന് വയറ്റി നിറയുമ്പോഴത്തേക്കും കൊണ്ടുപോയി മുള്ളിക്കളയും. അതല്ലടാ, നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മുടെ കാശൊന്നും ഇല്ലല്ലോ. ക്യാഷൊന്നും ഇല്ലാതെ ബുദ്ധി പ്രയോഗിച്ചെല്ലാം ചെയ്യാൻ നോക്ക്. അതിനിപ്പോൾ നിൻ്റെ കയ്യിലുള്ളതല്ലേ നിന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ. കാര്യം പറയുമ്പോൾ ഒരു കുണയടിക്കരുത്. ആടാ, നീ പറയടാ. പറയാനല്ല, നീ എന്തെങ്കിലും ആലോചിക്ക്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? പണവും വേണം, പ്രശസ്തിയും വേണം. അങ്ങനെയാണെങ്കിൽ വല്ല സിനിമയും പിടിക്കണം. യെസ്, അത് നല്ലൊരു തീരുമാനമായിരിക്കും. സംവിധാനം ഞാൻ ചെയ്തോളാം, പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടണം. കഥയ്ക്ക് വേറെ എവിടെയും പോകണ്ട, നല്ല സെറ്റ് കഥകൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ആപ്പാപ്പ കഥകളൊന്നും വേണ്ട. ഇപ്പം ആരാ കൊണയടിക്കുന്നത്? എന്നാ പറ. കഥയൊക്കെ പറയാം, പക്ഷേ ആരാ കാശ് മുടക്കുന്നത്? എടാ, അതിനൊരു വഴിയുണ്ട്. എറണാകുളത്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ വലിയൊരു ഓഫീസുണ്ട്. അവിടെ ഒരു 10-10 ആകുമ്പം പ്രൊഡ്യൂസർമാരിങ്ങനെ വന്നു തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ നിരന്നിരിക്കും. അപ്പം നമ്മളവിടെ ചെല്ലുന്നു, ഓരോരുത്തരായി പറഞ്ഞു പോകുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളത് ഇഷ്ടപ്പെടും, അവർ പൈസ മുടക്കും. അത്രേ ഉള്ളൂ. അല്ല, ഇവർക്ക് ഈ പൈസ മുടക്കിയിട്ട് ഇത് വിജയിച്ചില്ല, എന്താ ലാഭം? അത് ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടിയൊക്കെ അല്ലേ. നീ കഥ പറ. പണ്ടാരവിടെ കൊത്തലൊന്നും ഇല്ലല്ലോ, കുറച്ചങ്ങോട്ട് മാറി എന്ന് കഥ പറയാം. എടാ, എൻ്റെ കഥ എന്ന് പറയുന്നതേ ഒരു ലോക്കൽ പൈങ്കിളി കഥയൊന്നുമല്ല, ഒരു ഹോളിവുഡ് ലെവൽ ചിന്താഗതിയാണ്. ടിപ്പിക്കൽ മലയാള സിനിമയായിട്ട് നീ അതിനെ കമ്പയർ ചെയ്യാൻ. നീ തള്ളാതെ കഥ പറയടേ. കുറച്ചങ്ങോട്ട് മാറിയിരിക്കുക, അവിടെയാണെങ്കിൽ ഇച്ചിരി തണലൊക്കെ ഉണ്ട്. മണിക്കുട്ടാ, എൻ്റെ കഥയെന്ന് പറയുന്നത് ഒരു ഏലിയൻ സ്റ്റോറിയാണ്. ഏലിയൻ? യെസ്. എടാ, നമ്മുടെ ഈ കഥ നടക്കുന്നതേ ഏലിയൻസിൻ്റെ ലോകത്താണ്. ഏലിയൻസിൻ്റെ ലോകത്തൊരു വലിയൊരു കോളേജ്, അതായത് നമ്മുടെ ഈ CMS കോളേജൊക്കെ പോലെ വലിയ കോളേജ്. അവിടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയൻസ്, പിന്നെ ഈ വരാന്ത വഴി ഇങ്ങനെ നടന്നു വരുന്ന ടീച്ചേഴ്സ് ഏലിയൻസ്, ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ഏലിയൻസ്, പിന്നെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫുട്ബോൾ കളിക്കത്തില്ലേ, ഫുട്ബോൾ കളിക്കുന്ന കുട്ടി ഏലിയൻസ്, പിന്നെ കുറച്ച് ഏലിയൻസ് ഗ്രൗണ്ടിൻ്റെ അവിടെ മരംചുട്ടിപ്രാമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്ന ചില വിരുദ്ധന്മാരായിട്ടുള്ള ഏലിയൻസ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഏലിയൻസ് ഉണ്ടോ? പിന്നെ പെട്ടെന്ന് കോളേജിൻ്റെ മുന്നിലേക്ക് പൊടിയൊക്കെ പറത്തിക്കൊണ്ടൊരു സ്പേസ് ഷിപ്പ് വന്നിരിക്കുന്നു. യാത്രയ്ക്കുള്ള ബാഗും കെട്ടുമൊക്കെ ആയിട്ട് കുറച്ച് ഏലിയൻ സ്റ്റുഡൻസ് വന്ന് കയറുന്നു, കൂടെ കുറച്ച് ടീച്ചേഴ്സും. സ്പേസ് ഷിപ്പിൻ്റെ ഡോർ അടയുന്നു. സ്പേസ് ഷിപ്പിൻ്റെ ബാക്ക് ഷോട്ടിൽ ഒരു ഫ്ലെക്സ് ഒട്ടിച്ചിരിക്കുന്നു. എന്ത് ഷോട്ട് എവിടെ കാണിക്കണമെന്ന് ഡയറക്ടറായ ഞാൻ തീരുമാനിക്കും. നീ ഇപ്പോൾ കഥ ഉണ്ടാക്കും. ആ ഫ്ലെക്സിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ചാങ് ചിങ് 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 ചൂങ് എന്ന് എഴുതിയിരിക്കുന്നു. എന്തോ? മലയാളത്തിൽ പറഞ്ഞാൽ
ഓസോൺ പാളി സുഷിര സന്ദർശന യാത്ര എന്നെഴുതിയിരിക്കുന്നു ഫ്ലെക്സിൽ. സ്പേസ്ഷിപ്പ് തീ തുപ്പിക്കൊണ്ട് ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കേട്ടിട്ടൊരു ഓളി ഫീലൊക്കെ ഉണ്ട്. നീ ബാക്കി പറ. ഇവിടെ ഒരു വൈബ് കിട്ടുന്നില്ല, കുറച്ച് അപ്പുറത്തിരിക്കാം. ഏലിയൻസ് ടീം എല്ലാവരും കൂടിയില്ലേ ഓസോൺ പാളി സുഷിരത്തിലേക്ക് എന്നുള്ളൊരു ബോർഡ് കടന്നിട്ട് മുന്നോട്ട് നടക്കുക. അപ്പോൾ അവിടെ വേറൊരു ബോർഡും കൂടി, സിപ്രൂങ്കി ഗുൽഗുൽഗി. എന്തോന്ന്? അതൊരു കമ്പിവേലിയെ ഇരിക്കുന്ന ബോർഡാണ്. അപായം, അപ്പുറത്തേക്ക് കിടക്കരുത്, അത്രേ ഉള്ളൂ. അതായിരുന്നു. മറ്റുള്ള ഏലിയൻസ് എല്ലാവരുമേ അവിടെ സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. അതിനിടയ്ക്ക് മരപ്പ് മൂത്തൊരു 3-4 ഏലിയൻസ് ഈ കമ്പിവേലി മറികടന്നിട്ട് ഓസോൺ പാളി സുഷിരത്തിൻ്റെ തൊട്ടടുത്ത് ചെന്ന് നിൽക്കുക. പെട്ടെന്നില്ലേ അതിലൊരു ഏലിയൻ കൂട്ടൻ കാൽ വഴുതി ഓസോൺ പാളി സുഷിരത്തിലേക്ക് ഒരൊറ്റ വീഴ്ച. ഓസോൺ പാളി സുഷിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 സുഷിര. എത്ര 1000 കിലോമീറ്റർ ആഴമുണ്ടെന്നറിയാമോ? അതിലിങ്ങനെ തെന്നി തെന്നി വീഗാലാൻഡിലെ റൈഡിൽ കൂടെ എന്ന പോലെ താഴേക്ക് പോവുക. അപ്പം ബാക്കിയുള്ള ഏലിയൻസ് എല്ലാവരും കൂടെ വന്നിട്ട് അതിൻ്റെ ചുറ്റിലും വന്നിട്ട് ഇങ്ങനെ നോക്കി നിലവിളിക്കുവോ, ഒച്ചപ്പാടും ബഹളവും എല്ലാം. എടാ നാറി, ഇത് മഞ്ഞുമൽ ബോയ്സിലെ കഥയിലേടാ. അത് വെറും കുഴി. ഇത് ഓസോൺ പാളിയിലെ സുഷിരം. എവിടെയെങ്കിലും വീണാലല്ലേ എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുള്ളൂ. ആ ശരി, നീ പറ. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കാണുന്നത് കൊച്ചിയിലെ ഒരു പാടം, അവിടെ ഉഴുതുകൊണ്ടിരിക്കുന്ന ട്രാക്ടർ, ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ. അവിടെ വരമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോസ് പെരേര. ബോസ് പെരേര വരമ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനു മുന്നിലേക്ക് പൊത്തോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏലിയൻകുട്ടം വന്ന് വീഴുവാണ്. വീഴ്ചയിൽ കാലിന് പറ്റിയ പരിക്ക് വകവെക്കാതെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് അവൻ ചാടിയും കണിയും. അത് കാണുന്ന ബോസ് പെരേരയ്ക്ക് തൻ്റെ ചെറുപ്പത്തിൽ കാണാതെ പോയ തൻ്റെ മകനെ ഓർമ്മ വരും. അയാൾ അവനെ അടുത്ത് വിളിച്ചിട്ട് കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവനെ ഏലിയൻ ബോസ് പെരേര എന്ന് പേരിടും. ഏലിയൻ ബോസ് പെരേരയ്ക്ക് ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതവും അവൻ ലൈഫിനെ അതിജീവിക്കുന്നതും ഒക്കെയാണ് നമ്മുടെ പടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ മുന്നോട്ട് കഥ പറയണമെങ്കിൽ എനിക്ക് 1-2 കണ്ടീഷൻസ് ഉണ്ട്. അതിനൊരു തീരുമാനമാക്കാതെ ഞാൻ കഥ പറയത്തില്ല. എന്താ നിന്റെ കണ്ടീഷൻ? വളച്ചിട്ടല്ല കാര്യം പറ. ഇതിനെന്തായാലും നല്ലൊരു നായകനെ തന്നെ വേണം. അതിപ്പോൾ അങ്ങനെ കേട്ടേ കാര്യമുള്ളൂ. ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ 4 പേര് ശ്രദ്ധിക്കത്തുള്ളൂ. അങ്ങനെ ഫേമസ് ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ച് ചെയ്താൽ കാര്യമില്ല. ഇതൊരു സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ഫിലിമാണ്. അതൊക്കെ ഇരിക്കട്ടെ. ആരാ നിന്റെ മനസ്സിൽ? ധ്യാനാണോ? നോ. പിന്നെ ഫഹദോ, ദുൽഖറോ? അല്ലല്ല, നമ്മുടെ നാട്ടുകാരനാണ്. അതാരാ ഞാനറിയാത്ത നമ്മളെ നാട്ടുകാരൻ? നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. ആര്? നീയാ? ഏലിയൻ്റെ ലുക്ക് ആണെങ്കിൽ നീ ഓക്കെ. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ക്രിപ്റ്റാ. എൻ്റെ കഥയിൽ ഞാൻ നായകനായില്ലെങ്കിൽ ഒരു നാർക്കും ഞാനിത് കൊടുക്കത്തില്ല. പിന്നെ ആർക്ക് വേണം നിന്റെ ചാണാപ്പള്ളി സ്ക്രിപ്റ്റ്? പിന്നെ നിന്റെ ഓന്തെ വെച്ച് നിന്നെ നായകനാക്കി ഈ പടം എടുത്താൽ അതിലും വലിയ തോൽവി വേറെ ഇല്ല. ക്യാമറ എവിടെയാണ് വെക്കാൻ അറിയത്തില്ലാത്ത നീയാണോടാ വലിയ ഡയറക്ഷൻ ചെയ്യുന്നത്? ഒഞ്ഞു പോയടാ. വലിയ ഡയലോഗ് അടിക്കുന്നോടാ. എടാ നാറി, നിന്റെ സ്ക്രിപ്റ്റ് എടാ എന്റെ നായകനാക്കാതെ ഞാനിന്ന് തന്നെ തെണ്ടി നിനക്ക് സംവിധാനം ചെയ്യണല്ലേ? എന്റെ കാലിച്ചാണ് നിനക്ക് ഞാൻ സ്ക്രിപ്റ്റ് സംവിധാനം ചെയ്യണല്ലേ? കേറിപ്പോടാ നാറുകളെ, തോട് കലക്കാതെ.